ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله العلي العظيم പ്രിയമുള്ള അല്ലാഹുവിന്റെ സഹോദരി സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായി നിലനിൽക്കുന്ന സ്വർഗത്തിലെ തന്നെ പ്രവാചകന്മാരും സലഫു സാലിഹുകളും ഒക്കെ ഉള്ള ജന്നാത്തുൽ ഫിർദൗസ്, അത് നേടിയെടുക്കുന്ന കാര്യത്തിൽ സകല സമയത്തും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമുക്കറിയാവുന്നതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന് പറയുന്ന, അതുപോലെ മരിച്ച് വിടവാങ്ങിയ ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ ചരിത്രപ്രധാനമായ ഒരു സംഭവമാണ്, സമാനതയില്ലാത്ത ചരിത്രമാണ് പ്രവാചകന്റെ ചരിത്രം എന്ന് പറയുന്നത്. അതിൽ പ്രവാചകനുമായി ബന്ധപ്പെട്ട അതീവ ഗൗരവമുള്ള ഒരുപാട് സംഭവങ്ങൾ, ഈ സമൂഹത്തിന് കൈമാറേണ്ട ചരിത്രത്തിൽ പ്രാധാന്യമുള്ള ഒരുപാട് സംഭവങ്ങൾ പ്രവാചകനിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതിൽ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നടന്ന സംഭവങ്ങൾ തന്നെ ചർച്ചയാക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, അള്ളാഹുവിന്റെ ചോദ്യത്തിൽ നിന്നും ഹിസാബിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടാൻ അത് കാരണമാവുക തന്നെ ചെയ്യും. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം മാസത്തിൽ തുടങ്ങിയ ഹിജ്റ വർഷം, അതുകൊണ്ടാണല്ലോ ഹിജ്റ വർഷം മുഹറത്തിലാണ് പ്രവാചകൻ ഹിജ്റ ആരംഭിക്കുന്നത്. ഹിജ്റയാണ് അനുസ്മരിക്കേണ്ടത് എന്നൊക്കെ പറയാനുള്ളത്. ആ തുടങ്ങിയ ഹിജ്റ യഥാർത്ഥത്തിൽ പ്രവാചകൻ നടത്തുന്നത് ഈ റബീഉൽ അവ്വൽ മാസത്തിലാണ്. പ്രവാചകൻ സന്തത സഹചാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ നടത്തിയത് റബീഉൽ അവ്വൽ 1 എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 8 അവർ ഖുബായിൽ എത്തിയത്. ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഇസ്ലാമിന്റെ പ്രവാചക ശരീഅത്തിലെ ആദ്യ പള്ളി പണിതത്
കുബയിലാണ്, മസ്ജിദ് കുബ എന്ന് പറയും. അപ്പൊ ആദ്യ പള്ളി നിർമ്മാണവും പ്രവാചകൻ നടത്തിയത് റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ചരിത്ര പ്രധാനമുള്ള ഇതൊക്കെ വലിയ സംഭവങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹിജറ എന്ന് പറയുന്നത് പ്രവാചകന് അങ്ങനെ ഏതാനും ചില ഇബാദത്തുകൾ നമ്മളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നമസ്കാരം, ദിക്ർ, ദുആകളൊക്കെ നടത്തിയാൽ മതിയെങ്കിൽ പ്രവാചകന് ഹിജറ പോവേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അത് അവിടെ തന്നെ നടത്തി പ്രവാചകനും സഹാബികൾക്കും സ്വർഗം നേടി. നമ്മളിൽ നിന്ന് പലരും വിചാരിക്കുന്നത് പോലെ അങ്ങനെ പോയാൽ തന്നെ കിട്ടുമെന്നാണ്. വേറെ ഒന്നും ഇസ്ലാമിന് വേണ്ടി ഒരു പ്രവർത്തനം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം നോമ്പ് മാത്രം മതി എന്ന കോലത്തിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഷഹാദത്തുൽ ഹക്ക് ഒന്നും അത്ര പ്രാധാന്യമുള്ളതല്ല. ഇസ്ലാമിന്റെ വേറെ കുറെ സ്തംഭങ്ങൾ, ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കലൊന്നും അത്ര ഗൗരവമുള്ളതല്ല എന്ന കോലത്തിലാണ് സമുദായം മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ പ്രവാചകൻ ഇസ്ലാമിന്റെ അതിജയത്തിന് വേണ്ടി, ലോകത്ത് ഇസ്ലാമിനെ എല്ലാത്തിന്റെയും മുകളിൽ അതിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ ഹിജ്റ എന്ന് പറയുന്നതും, അതേപോലെ തന്നെ പ്രവാചകൻ അതിലേക്ക് ഇറങ്ങുക, അബൂഖുസ്ലാമിനെ ഇറങ്ങി പുറപ്പെടുക എന്നൊക്കെ പറയുന്നത്, അതേപോലെ തന്നെ അതിന്റെ മാർഗത്തിൽ ആദ്യ പള്ളി പണിയുക എന്നൊക്കെ പറയുന്നത് ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷേ റബീഉൽ അവ്വൽ മാസം ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അതിന്റെ അനുസ്മരണങ്ങൾ നടത്തേണ്ടതുണ്ട്, നടത്താറുണ്ടോ, ഇതൊക്കെ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കുന്നു പ്രവാചകൻ മസ്ജിദുൻ നബവി, മദീനയിലെ ആദ്യത്തെ പള്ളി രൂപപ്പെടുത്തുന്നത് ഈ റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതേപോലെ തന്നെ ഹിജറ 10-ാം വർഷം റബീഉൽ അവ്വൽ 12-ന് റസൂൽ വഫാത്തായത്, റസൂൽ മരിച്ചു പോകുന്നതും ഈ റബീഉൽ അവ്വൽ മാസത്തിലാണ്. പ്രവാചകന്റെ മരണം എന്ന് പറയുന്നത് പ്രവാചകന്റെ അവസാനത്തെ ഏറ്റവും ഗൗരവത്തിൽ സഹാബികൾ കണ്ടതാണ്. ജനനത്തെക്കാളും പ്രാധാന്യത്തോടു കൂടി കണ്ട ചരിത്ര സംഭവമാണ് പ്രവാചകന്റെ മരണം. പ്രവാചകൻ മരിച്ചത് വിശ്വസിക്കുവാൻ ഉമറുൽ ഖത്താബ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കഴിയുന്നില്ല, തയ്യാറല്ല. അദ്ദേഹം വാളെടുത്ത അപൂർവ രംഗങ്ങളിൽ ഒന്നാണ്. അദ്ദേഹം പ്രവാചകനെ വധിക്കുവാൻ അദ്ദേഹം വാളൂരിയ, ആ അർത്ഥത്തിൽ വാളെടുത്ത് പുറപ്പെട്ട ഒരു രംഗമുണ്ടായിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹം ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാളൂരിൽ നടത്തിയത് പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞവർക്ക് നേരെയാണ്. വിശ്വസിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്റെ റസൂല് മരിച്ചു എന്ന് പറയുന്നവൻ ആരടാ എന്ന് ചോദിച്ച് അവരെ വധിച്ചു കളയുമെന്ന കോലത്തിൽ. അതിനു മാത്രം പ്രവാചകന്റെ മരണം വല്ലാതെ പ്രയാസപ്പെടുത്തിയ കാരണം എന്താണ് അവസാനിച്ചത് നമുക്കറിയാം. ഫാത്തിമ അള്ളാഹയുടെ ചെവിയിൽ 2 സ്വകാര്യം റസൂൽ സാഹിബ പറയുന്നുണ്ട്. പ്രവാചക പത്നിമാരൊക്കെ പ്രവാചകന്മാരുടെ മക്കളെ, സന്താനങ്ങളൊക്കെ അദ്ദേഹം ജീവിച്ചിരിക്കെ തന്നെ മരണത്തിന് വിധേയപ്പെടുത്തപ്പെട്ടു. ഒരു മകളായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. ആ മകളോട് ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ആദ്യം മകൾക്ക് സന്തോഷ വാർത്ത പ്രയാസമാണ് ഉണ്ടാക്കിയത്. ഉപ്പായുടെ മുമ്പിൽ ലോകത്തൊരാൾക്കും കിട്ടാത്ത ഒരു ചാൻസ്, മരണം ഇനി ജീവിക്കണോ എന്ന് ഒരാളോടും മലക്കുൽ മൗത്ത് അസ്രായിൽ ചോദിച്ചിട്ടില്ല, ചോദിക്കുകയുമില്ല എന്ന് അതങ്ങനെ തന്നെ ഖുർആൻ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് അജലെത്തി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസപ്പെടുത്തുകയില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചുകൊണ്ട് മലക്കുൽ മൗത്ത് അസ്രായിൽ ഒന്ന് ചോദിക്കുന്നുണ്ട്, ഇനി താങ്കൾക്ക് ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അതിനും അനുവാദമുണ്ട്, അല്ല അള്ളാഹുവിലേക്ക് മടങ്ങണമെങ്കിൽ അതിനും അനുവാദമുണ്ട്. ഒരൊറ്റ മനുഷ്യന് മാത്രം നൽകിയ ഒരു ഓപ്ഷൻ ആദരവിന്റെ ഭാഗമായി തന്നെയാണ്. അപ്പോൾ ആ മരണം നടക്കുന്നത്, ആ ചരിത്ര പ്രധാനമായ സംഭവം നടക്കുന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അസ്രായിൽ അതിനുശേഷം പ്രവാചകൻ തെരഞ്ഞെടുത്തു, അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് എനിക്ക് ഇഷ്ടം. നമുക്കങ്ങനെ പറയാൻ സാധിക്കേണ്ടതുണ്ട്. വിശ്വാസിക്കത് സാധിക്കുമെന്നാണ്. അപ്പോഴേ ഒരാൾ വിശ്വാസിയാവുകയുള്ളൂ. നേരെ മറിച്ച് അങ്ങനെ മരണത്തെ തെരഞ്ഞെടുക്കാണ്ടി വന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മരണമാണ് എങ്കിൽ അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുക്കുവാൻ സാധ്യമല്ലാതെ വന്നാൽ അത് ജൂതന്മാരുടെ സ്വഭാവമാണ്. അവർ മരണത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മരിക്കാൻ കൊതിക്കുവിൻ, നിങ്ങൾ ഇൻകുന്തും സ്വാദിക്കും, നിങ്ങൾ സത്യസന്ധരാണ് എങ്കിൽ മരിക്കാൻ കൊതിക്കുവിൻ. അപ്പൊ മരിക്കാൻ കൊതിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രവാചകൻ അത് ആഗ്രഹിച്ചിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഈ സന്തോഷ വാർത്ത ഫാത്തിമ അള്ളാഹിന്റെ ചെവിയിൽ പറഞ്ഞപ്പോ, കാരണം ഫാത്തിമ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷ വാർത്തയല്ലല്ലോ. റസൂല് പോവുക, പാപ്പ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷ വാർത്തയല്ല, കരയാണ് അവർ ചെയ്തത്. അള്ളാഹുവിന്റെ റസൂൽ ഉപ്പ എന്നെ വിടവാങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞപ്പോൾ പ്രവാചകൻ ചേർത്ത് നിർത്തി അടുത്ത ചെവിയിൽ സമാധാനിപ്പിച്ചു, മോളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ആദ്യമായി നമ്മുടെ കുടുംബത്തിൽ നിന്ന് വന്നണയുന്നത് നീ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോ കണ്ണുനീരൊക്കെ തുടച്ച്, കാരണം വിശ്വാസിയാണവർ, അവർക്ക് അത്രയും
എന്താണ് അള്ളാഹു എന്നും മരണമെന്നും അവർക്ക് അറിയാമായിരുന്നു. ആ റസൂലിന്റെ എത്താനുള്ള ഒരു സന്തോഷം അവർ രേഖപ്പെടുത്തിയത് അവരുടെ കണ്ണുനീർ തുടച്ചുകൊണ്ടാണ്. ഇത് വിദൂരത്തിൽ നിന്ന് തൊട്ടപ്പുറത്ത് നിന്ന് ആയിഷ അള്ളാന്റെ ഈ ചരിത്രം, ഈ സംഭവം കണ്ടിരുന്നു. ആയിഷ അള്ളാൻ ചോദിച്ചു ഫാത്തിമയോട്, എന്താ ആദ്യം ഒരു സ്വകാര്യം പറഞ്ഞു റസൂല്, അപ്പോ കരഞ്ഞല്ലോ, പിന്നെ റസൂല് എന്തോ പറഞ്ഞല്ലോ, അപ്പൊ ചിരിച്ചും ചെയ്തല്ലോ, ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ ഈ സംഭവം അങ്ങനെയാണ്. പുറം ലോകം എനിക്കും നിങ്ങൾക്കും ഉദ്ധരിക്കാൻ പറ്റുന്ന രീതിയിൽ, ഇത് പറയാൻ പറ്റുന്ന രീതിയിൽ പുറം ലോകത്തേക്ക് ഈ ചരിത്രം വരുന്നത് ഈ ഒരു അന്വേഷണത്തിലൂടെയാണ്. ആയിഷാ അന്നയുടെ ഈ അന്വേഷണത്തിലൂടെയാണ്. ആയിരക്കണക്കിനാണ് ഹദീസുകൾ ആയിഷാ അന്ന ലോകത്തേക്ക് സ്പ്രെഡ് ചെയ്തു തന്ന അന്ത്യനാൾ വരേക്കുള്ള ജനതയ്ക്ക് അതിനുവേണ്ടി ഒരുപാട് ദീർഘായുസ്സും അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം നൽകുകയും ചെയ്തു. ഏതായാലും ആ സന്തോഷം ഇതാണ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ പ്രവാചകന്റെ മരണം വലിയ ജനങ്ങളുടെ ഇടയിൽ പരാമർശിക്കേണ്ട, എല്ലാ അർത്ഥത്തിലും ബോധവൽക്കരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സംഭവം അത് നടക്കുന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എന്നാൽ ജനനം നടന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്ന് ഒരു ചരിത്രപരമായി അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. മാസം എന്ന കാര്യത്തിൽ പോലും റബീഉൽ അവ്വൽ ആണ്. റബീഉൽ അവ്വൽ മാസത്തിൽ റബീഉൽ അവ്വൽ 12 എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, കൃത്യമായി പറയുന്നു. അതിന് രേഖയില്ലാതെ മാത്രമല്ല ആ മാസത്തിലാണ് എന്നതിന് പോലും രേഖയില്ല. രേഖയില്ലാത്തത് ആഘോഷിക്കുകയും എന്നാൽ രേഖയുള്ള ചരിത്രത്തിലെ വളരെ വലിയ പ്രധാനപ്പെട്ട സംഗതികൾ ഒന്ന് പരാമർശിക്കുക പോലും ചെയ്യാതെ പോകുന്നുവെങ്കിൽ അതിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജനനത്തിന്റെ കാര്യത്തിൽ ലോകത്ത് തന്നെ 8ഓളം അഭിപ്രായങ്ങൾ ഉണ്ട് എന്നാണ്, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട് എന്നാണ്. റമദാനിലാണെന്ന് പറയുന്നവർ ഉണ്ട്, റജബിലാണെന്ന് പറയുന്നവർ ഉണ്ട്, റബീഉൽ അവ്വലിലാണെന്ന് പറയുന്നവരും ഉണ്ട്. റബീഉൽ അവ്വൽ 12 എന്ന് ഒരു തെളിവുമില്ലാത്ത ഒരു ചരിത്രമാണ്. പ്രവാചകന്റെ മരണം ആണ് നടന്നത്, റബീഉൽ അവ്വൽ ജനനം അങ്ങാണ് നടന്നത് എന്നതിന്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് തിങ്കളാഴ്ചയാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഖത്താദ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. സൗമി ഇസ്നൈനി, തിങ്കളാഴ്ച റസൂലുള്ളാഹി നോമ്പ് നോൽക്കുന്നതിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. പ്രവാചകന് നോമ്പ് നോൽക്ക് തിങ്കളാഴ്ച. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീഹി വുലിദ്തു, ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാകുന്നു. ഏതു വർഷം ഏതു മാസം എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല, രേഖപ്പെടുത്തപ്പെട്ടിട്ടും ഇല്ല എന്നാണ്. അഭിപ്രായിക്കവും ഇല്ല എന്നും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രവാചകൻ തുടർന്ന് പറഞ്ഞു, ഇത് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു, വഫീഹി ഉൻസില അലയ്യ, എനിക്ക് ഖുർആൻ അവതരിപ്പിച്ചതും തിങ്കളാഴ്ചയാണ് കേട്ടോ എന്ന്. അങ്ങനെ പ്രവാചകൻ ചെയ്തത് നന്ദി സൂചകമായി 2 അനുഗ്രഹങ്ങളാണ്. ഒന്ന്, ഈ ഭൂമിയിൽ ജനിച്ചു വീഴാൻ സാധിച്ചു. ഒരു പ്രവാചകൻ വരെ ആവാൻ മാത്രമുള്ള ഈമാനും ഇസ്ലാമും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ജന്മം എനിക്ക് നൽകി അല്ലാഹു സുബ്ഹാനഹു തആല, അതിന്റെ പേരിൽ. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അതിലേറെ പ്രധാനപ്പെട്ടതാണ് 1000 മാസത്തേക്കാൾ ഉത്തമമായ രാത്രിയുള്ള ലൈലത്തുൽ ഖദ്ർ ഉൾപ്പെടെ അള്ളാഹു വിശേഷിപ്പിച്ച ഖുർആൻ ഇറങ്ങിയതും ആ ഇറങ്ങിയ ദിവസവും അത് തിങ്കളാഴ്ചയാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും പ്രവാചകൻ അതിന്റെ പേരിൽ നന്ദി സൂചകമായി നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നന്ദി സൂചകമായി നോമ്പ് പ്രവാചകൻ അനുഷ്ഠിച്ചതെങ്കിലും അതാവട്ടെ യഥാർത്ഥത്തിൽ മറ്റുള്ളവരോട് നിങ്ങൾ അതിന്റെ പേരിൽ ഞാൻ ജനിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ എനിക്ക് ഖുർആൻ അവതരിപ്പിച്ചതിന്റെ പേരിൽ നിങ്ങൾ നോമ്പ് നോൽക്കണമെന്ന് പ്രവാചകൻ പറയാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു നോമ്പ് ഈ ഭൂമുഖത്തില്ലാതെ പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഇസ്ലാമിലെ എല്ലാ ആരാധനയും കൃത്യമായി നിർണയിച്ചു തന്നിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹിന്റെ അടുത്ത് കൂലി കിട്ടണ പണി ഇന്നതൊക്കെയാണ് എന്ന് കൃത്യമായി തന്നെ അള്ളാഹു റസൂലും നിർണയിച്ചത്. നമുക്കറിയാം, റമദാനിലെ നോമ്പ് നമുക്കറിയാൻ സാധിക്കും. അതേപോലെ ശവ്വാൽ 1 ചെറിയ പെരുന്നാൾ നമുക്കറിയാൻ സാധിക്കും. അതിന്റെ ഡേറ്റും അതിന്റെ ആരാധന രീതികളും അത് A to Z അത് എന്നൊക്കെയാണ്, എപ്പോഴാ പള്ളിക്ക് പുറപ്പെടേണ്ടത്, പള്ളിക്ക് പുറപ്പെടുമ്പോ എങ്ങനെയാ പുറപ്പെടേണ്ടത്, ഏത് വഴിയൊക്കെയാണ് വരേണ്ടത്, തിരിച്ചെടുക്കാൻ പോകേണ്ടത്, അതിന്റെ തക്ബീർ ചൊല്ലേണ്ടത്, ബാങ്ക് വേണോ വേണ്ടേ, അതേപോലെ അതിന്റെ ജുമുഅ ഖുതുബ എങ്ങനെയാണ്, അതിനുശേഷം എങ്ങനെയാണ്, അങ്ങനെയുള്ള A to Z എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റമദാന്റെ കാര്യം നമുക്കറിയാലോ, ആർക്കും അറിയാം, ലോകത്ത് ഒരേ കോലത്തിൽ ഇതറിയാം. എവിടെ പോയി ചോദിച്ചാലും മുസ്ലിമാണോ ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട് അത് പറഞ്ഞു തന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ ഹജ്ജ് ദുൽഹജ്ജ് മാസമാണ്, അതേപോലെ 8-നാണ് തുടങ്ങുക. നമുക്കറിയാം ആദ്യം എവിടെ പോവേണ്ടത്, മിനയിലാണെന്ന് തുടങ്ങി അതിന്റെ എല്ലാ കാര്യങ്ങളും
ലോകത്തുള്ള ഓരോ മനുഷ്യനോട് ചോദിച്ചാലും അത് കൃത്യമായി അത് പറഞ്ഞു തരാൻ സാധിക്കും. അതേപോലെ തന്നെ അറഫ ദിവസം എന്നാണ്, അതേപോലെ പെരുന്നാൾ എന്താണ് എന്നുള്ളത് തുടങ്ങി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ സുന്നത്തുകൾ ഉൾപ്പെടെ മുഹറം 9 നോൽക്കാം. കാരണം അത് പ്രവാചകൻ പഠിപ്പിച്ചതിന് ലോകത്തുടനീളം ആശുറാവും താസുറാവും എന്ന നോമ്പ് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആരാധന അനുഷ്ഠാനപരമായി ആഘോഷപരമായി എല്ലാ അർത്ഥത്തിലും റബ്ബിയുൽ അവ്വൽ മാസത്തിൽ അങ്ങനെ ഒന്ന് പഠിപ്പിക്കപ്പെട്ടതായിട്ട് ലോകത്തുടനീളം പറയണം. എല്ലാം ഉടനീളം പറയെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടല്ലോ. ഇവിടേക്ക് കേരളത്തിലേക്ക് മാത്രമോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ചില വിഭാഗത്തിന് മാത്രമോ വഹയോ അങ്ങനെയുള്ള സംഗതികൾ ഇല്ലാത്തത് കൊണ്ട് ആഘോഷമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ചോദിച്ചാൽ, ചരിത്ര പ്രധാനമായ കാര്യങ്ങളെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ അനുസ്മരിക്കുവാൻ ഈ മാസം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. വളരെ ബോധപൂർവം ഇറങ്ങി പണിയെടുത്ത് അതൊരു ക്യാമ്പയിൻ തന്നെ ആയിട്ട്, എന്നിട്ട് അത് എല്ലാ കാലവും മറ്റു മാസങ്ങളിലൊക്കെ ഉടനീളം നിലനിൽക്കുമാറ്, അതിന്റെ അലയൊലികൾ നിലനിൽക്കുമാറ് ചരിത്ര പ്രധാനമായ ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ ഉദ്ധരിക്കേണ്ടതുണ്ട്, പറഞ്ഞു കൊടുക്കേണ്ടത്. പ്രവാചകന്റെ മരണം ചരിത്ര പ്രധാനമാണ്. വേറുള്ളവരൊക്കെ മരിച്ചതുപോലെ ഒരു മരണമൊന്നുമല്ല പ്രവാചകന്റേത്. അപ്പൊ ആ പ്രവാചകന്റെ മരണം, പ്രവാചകൻ ഇവിടുന്ന് വിടവാങ്ങുകയാണ്. അത് അനുസ്മരിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ലോകത്തെ പഠിപ്പിക്കാമെന്നറിയും. പ്രവാചകന്റെ അവസാനത്തെ വസിയത്ത്, മരണവേളയിൽ അവസാനത്തെ ലോകത്തോട് പറഞ്ഞ വസിയത്ത് ഈ ജനതയെ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമസ്കാരം. നമുക്കറിയാം, ആയിഷാന്റെ മടിയിൽ തലവെച്ച റസൂല് മരിക്കുന്നത്. ആ മരിക്കുന്ന സമയത്ത് ആയിഷാൻ വലിയ അഹങ്കരിക്കുന്നുണ്ട്. അതിന്റെ മിസ്വാക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രവാചകന് സ്വന്തം കൈകൊണ്ട് മിസ്വാക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു, ആംഗ്യം കാണിച്ചു. അങ്ങനെ അറാക്ക് എടുത്തിട്ട് ആയിഷാന്റെ എന്ത് ചെയ്തു, അത് ആദ്യം ഒരതിട്ട് കിട്ടണില്ല, അവസാനം പല്ലിലിട്ട് ചവച്ച് അതിന്റെ നീര് കൊണ്ട് സംഗതി ആക്കിയിട്ടാണ് പിന്നെ ചവച്ചു കൊടുക്കും. പ്രവാചകന്റെ വായിലൂടെ അവസാനം ഇറങ്ങിയത് എന്റെ ഉമ്മനീരാണ് എന്ന്, അഷ്റഫുൽ ഖൽഖിന്റെ വായിലൂടെ അവസാനം ഇറങ്ങിയത് എന്റെ ഉമ്മനീരാണെന്ന് അഭിമാനബോധത്തോടു കൂടി, എന്റെ വിരിപ്പിലല്ലാതെ റസൂലിന് വഹി ഇറങ്ങിയിട്ടില്ലട്ടോ എന്നും പ്രവാചകൻ സാഹിസ്മ ആയിഷാന്ന് പറയണ്ടായ. മറ്റൊരാളുടെ വിരിപ്പിലും വഹി ഇറങ്ങിയിട്ട് പ്രവാചക പത്നിമാരുടെ എന്ന് കാണാൻ സാധിക്കും. അത്രത്തോളം ചരിത്ര പ്രധാനമാണ് നമസ്കാരം. എന്നിട്ട് ആയിഷാന്ന് ചോദിച്ചു, പ്രവാചകൻ ഇങ്ങനെ വായ കൊണ്ട് ഇങ്ങനെ എന്തോ പറയുന്നു, പുറത്തേക്ക് ശബ്ദം വരുന്നില്ല. അവസാനം പ്രവാചകന് വായ പുറത്തേക്ക് ശബ്ദം വരാതെ ഇരിക്കുമ്പോ ആയിഷാന്ന് ചെവി വെച്ച് നോക്കുമ്പോൾ ലോകത്തോടുള്ള അവസാനത്തെ ആജ്ഞ എന്താണ് അല്ലെങ്കിൽ നിർദ്ദേശം എന്താണ് എന്ന് ചെവി വെച്ച് നോക്കിയപ്പോ അസ്സലാം, അവരോട് നമസ്കാരം മുറുകെ പിടിക്കാൻ പറ, അവരോട് നമസ്കാരം മുറുകെ പിടിക്കാൻ പറ. അതൊരു കച്ചിത്തുരുമ്പാണ്. ആ കച്ചിത്തുരുമ്പ് പോലും ഇല്ലാതെ നിങ്ങൾ വെള്ളത്തിലേക്ക് ചാടരുത്, അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകരുത്. അത് ഒരു പ്രവാചകൻ പോലും വലിയ വലിയ ഔലിയാക്കളും അമ്പിയാക്കളും എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ ഔലിയാക്കളും എന്നൊക്കെ പറഞ്ഞ ആളുകൾ നിസ്കരിക്കാതെ ജട പിടിച്ച് നടക്കുന്നുണ്ട്. എന്നാൽ അള്ളാന്റെ റസൂലിനെക്കാളും വലിയ ഔലിയാവോ? അവസാനത്തെ നമസ്കാരത്തിന് റസൂല് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയും പ്രവാചകൻ എഴുന്നേൽക്കാൻ സാധ്യമല്ലാതെ വന്നപ്പോൾ പിടിക്കാൻ പറയുകയും, അങ്ങനെ രണ്ടാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പ്രവാചകൻ നമസ്കാരത്തിലേക്ക് കടന്നു വരുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു നമസ്കാരം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പ്രവാചകനെ കണ്ടു, പ്രവാചകൻ വരുന്നു എന്ന അറിഞ്ഞ മാത്രയിൽ സിദ്ദീഖ് റളിയല്ലാഹു പുറകോട്ട് നീങ്ങാൻ ശ്രമിക്കുമ്പോ പ്രവാചകൻ ആംഗ്യം കാണിച്ചു, തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് ഇമാമായിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ ഇമാമായി നിൽക്കുകയോ താങ്ങാൻ കഴിയുന്നില്ല. പ്രവാചകന്റെ മരണം നോക്കുന്നീകൾ ഇതൊക്കെ പറയാൻ തുടങ്ങിയാൽ നമ്മള് വിതുമ്പിപ്പോകും. നമ്മൾ ആ അർത്ഥത്തിലെ ഗൗരവമുള്ളതാണ്. തുടരാൻ വേണ്ടി പറയുകയും അങ്ങനെയാണ് ഇത് ഖലീഫയാവേണ്ടത് ആരെയാണ് എന്ന് സൂചന പോലും ലഭ്യമാകുമാറ് അവസാനത്തെ നമസ്കാരം പോലും ആരാണ് നമസ്കരിക്കേണ്ടത്, ആരുടെ പിന്നിലാണ് ഞാൻ പോലും അണിനിരക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചതെന്നുകൊണ്ട് പോയ ചരിത്രം, ഇത്രയും പ്രധാനപ്പെട്ട ചരിത്രം. അങ്ങനെ ആ നമസ്കാരം തുടരുകയും അവസാനം എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, ഇനി പോകാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗം കാണിച്ചുകൊണ്ട് അവസാനം പറയുന്ന നമസ്കാരം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അന്തിമ വസിയത്തിൽ പോലും ഈ സമുദായം എവിടെയാണ് കിടക്കുന്നത് എന്ന് തോന്നുമ്പോൾ നമസ്കാരം നിസ്കാരമില്ലെങ്കിൽ പോലും കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്ന രക്ഷിതാക്കളുണ്ട്. എന്നിട്ടും മുസ്ലിമാണെന്ന് കരുതുന്ന രക്ഷിതാക്കൾ നമ്മുടെ ഈ സമുദായത്തിനകത്തുണ്ട്. മകൻ നമസ്കരിക്കുന്നില്ല എന്ന് അറിഞ്ഞിട്ടും ഒരു കുഴപ്പമില്ല പോലും, ഓ മുസ്ലിമാണെന്ന് പോലും. ഏതാ ഖുർആനാണോ ശരി, ഇയാളുടെയൊക്കെ ഈ നിലപാട്, ഇത്തരം ജനകോടികളുടെ നിലപാടാണോ ശരി? നമുക്കിപ്പോ ഒരു കാര്യം ഏതോ ഒന്നാണല്ലോ ശരി. തോന്നുമാതിരി നമസ്കരിച്ചാൽ ഒരാൾ മുസ്ലിം ആവും എന്നാണോ? അല്ല, കൃത്യമായി നമസ്കരിച്ചാലേ മുസ്ലിം ആവുള്ളൂ എന്നതാണ്. ഏതാ ശരി? ഇത് തന്നെ ശരിയാവുള്ളൂ. അള്ളാന്റെ റസൂൽ അതുകൊണ്ട് അവസാനത്തെ പിടിവള്ളി പോലും വിട്ടുകളയരുത്. അതൊന്നും വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ നമസ്കാരത്തെ കുറിച്ച്
ആ ചരിത്രമൊക്കെ സമൂഹത്തെ പഠിക്കേണ്ടതുണ്ട്. റബീഉൽ അവ്വൽ മാസം അതിനുകൂടിയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ, ഇത് നടന്നത്, പ്രവാചകന്റെ മരണം നടന്നത്, മരണവേള വിശദീകരിക്കാനൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതര സമുദായങ്ങൾക്ക് വരെ വലിയ വലിയ പാഠങ്ങൾ നൽകുന്ന ചരിത്ര സംഭവമാണ് ഈ റബീഉൽ അവ്വൽ മാസത്തിലൂടെ കടന്നുപോയി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാം ഒരു നിറഞ്ഞ ഗ്ലാസ് ആണ് കേട്ടോ എന്ന് പറഞ്ഞു. നിറഞ്ഞ ഗ്ലാസ് ആണ്. നിറഞ്ഞ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിട്ട് റസൂൽ പറഞ്ഞു, നിങ്ങൾ അതിലേക്കൊന്നും കൊണ്ടുവന്നിട്ട് പോവരുത്. എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നിട്ടാൽ നിറഞ്ഞ ഗ്ലാസ് ആണ്, പറ്റ നിറഞ്ഞിട്ടുണ്ട്. ഒരു അനക്കം അതിലേക്ക് വന്നാൽ എന്ത് ചെയ്യും? അതിൽ നിന്ന് ഒഴുകിപ്പോവും. ആ ഗ്ലാസ്സിലുള്ള ദീനാകുന്ന ദീൻ ഒഴുകിപ്പോവും. അതിൽ നിന്നൊന്നും എടുത്തു കളയരുത് കേട്ടോ. അത് അല്ലാഹ് നിറച്ചതാ, അതിൽ നിന്നൊന്നും എടുത്തു കളയരുത് കേട്ടോ. എന്നിട്ട് എല്ലാ വെള്ളിയാഴ്ച മെമ്പറിൽ വെച്ചും അത് പറയാൻ, കുല്ലു ബിദ്അത്തിൻ ദലാല, അതിലേക്ക് കൂട്ടിച്ചേർക്കരുത് കേട്ടോ, അക്രമമാണ് കേട്ടോ എന്ന് പറയാനും, വകുല്ല ദലാലത്തിൻ ഫിന്നാർ എന്നും പറയുന്നുണ്ട് റിവായത്തുകൾ. അത് നരകത്തിലേക്ക് പോയി കഴിഞ്ഞു അത്തരം കൂട്ടിച്ചേർക്കലുകൾ. ഇന്നിതാ അതിന് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ, ഇസ്ലാമിക ദഅവത്ത് ഉൾപ്പെടെ മറന്നുവെച്ച്, പ്രവാചകന്റെ മരണം ഉൾപ്പെടെ, മരണവേളയിൽ അന്തിമ വസിയത്ത് ഉൾപ്പെടെ മാറ്റിവെച്ചൊരു സമുദായം, എന്നിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത, ആ അർത്ഥത്തിലില്ലാത്ത, ഒരുപക്ഷെ ഉണ്ടെങ്കിൽ പോലും അത്ര പ്രാധാന്യം പ്രവാചകൻ കൊടുത്തിട്ടില്ലാത്തതിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത്തരം സംഗതികൾ ഇല്ലാതെ പോകുന്നുവെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് നല്ല ഇതൊന്നും വേണ്ട. അതേപോലെ റബീഉൽ അവ്വൽ മാസം തന്നെ പ്രശ്നമാണ് എന്ന കോലത്തിലല്ല, ആ റബീഉൽ അവ്വൽ മാസത്തെ യഥാർത്ഥത്തിലേക്ക്, അതിന് എവിടെയാണോ നഷ്ടപ്പെട്ടത് അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇന്ന് കാണാൻ സാധിക്കും, ആ നിറഞ്ഞ ഗ്ലാസ് ആണ് എന്ന് പറഞ്ഞതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ആണ്ടും മൗലീദും റാത്തീബും കുത്തിബിയത്തും നേർച്ചയും 7, 14, 40 അത് തുടങ്ങി ഒരു ആണ്ടോടാണ്ടുകൾ ഒരുപാടും അങ്ങനെ തുടങ്ങി ഒരിക്കലും കേട്ടിട്ടില്ലാത്ത കുത്തറാത്തീബുകൾക്ക് ഉൾപ്പെടെ ഒരുപാട് നമുക്കറിയാമല്ലോ ഒരുപാട്. ഇനിയിപ്പോ എന്തൊക്കെ ആചാരങ്ങളാണ്? ഒരുപാട് ആചാരങ്ങളാണ്, അനാചാരങ്ങൾ. അള്ളാന്റെ റസൂല് കേട്ടിട്ടില്ലാത്ത വീട് വെക്കണടുത്തും അതേപോലെ ഒരുപാട് മേഖലയിൽ കുടിയിരിക്കലൊക്കെ നിഷേധം നടത്തിക്കൊണ്ടാണ് കുടിയിരിക്കൽ നടത്തുന്നത്. ഒരാളൊരു വീട് വെച്ച് കുടിയിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ ഭൂമിയിൽ അയാൾക്ക് ഒരു ഭൂമിയും ഒരു വീടും അള്ളാഹു വെച്ചു കൊടുത്തിട്ട് എന്താ ചെയ്യുന്നു? അന്നങ്ങട്ട് വീട്ടിലൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? മൗലൂദ് റാത്തീബൊക്കെ നടത്തിയിട്ട് അന്ന് ജമാഅത്ത് അവിടുന്ന് നടത്തുന്നത്, അവിടുന്ന് നടത്തുക. അതൊരു പുണ്യമാണെന്നാ പറയുന്നത്. അങ്ങനെയല്ല, റസൂല് അവസാനത്തെ നമസ്കാരത്തിന് പോലും തോളിൽ കൈയിട്ടിട്ട് നീക്കാൻ വയ്യാഞ്ഞിട്ട് പോലും ശ്രമം നടത്തി വന്ന ജമാഅത്തിനെ നിഷേധിച്ചുകൊണ്ട് തന്നെ തുടങ്ങണം. ഇതൊരു നിയോഗമാണ്. അന്തിമ വസിയത്തിന് പ്രാധാന്യമുണ്ടോ? പറയേണ്ടതുണ്ട്. കൂട്ടിയിരിക്കലിന് പോലും, ഒരു വീടിലെ താമസം പോലും തലതിരിഞ്ഞ രീതിയിലാക്കപ്പെട്ട ഒരവസ്ഥ. ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു ആ രീതിയിൽ നമ്മൾ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോ പറ്റില്ല, വരാൻ പറ്റില്ല എന്ന് എന്നെ പറയേണ്ടി വന്നു. കാരണം ഇത് നമുക്ക് ബാക്കിയുള്ള ഭക്ഷണം കഴിക്കാനൊക്കെ നമുക്ക് വരാം, അതുപോലുള്ള സംഗതികളൊക്കെ വരാം. പക്ഷെ ഈ ചര്യ അള്ളാഹുവിന്റെ റസൂല് അന്ധന് പോലും അനുവദിച്ചു കൊടുക്കാത്ത ആ പണിയെടുക്കുക. അബ്ദുല്ലാഹിബ്നു മക്തൂം എന്ന് പറയുന്ന സഹാബി ചോദിക്കുന്നുണ്ട് പ്രവാചകനോട്, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് പ്രയാസമുണ്ട്, ചില നമസ്കാരങ്ങള് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ട് വരാൻ പ്രയാസമുണ്ട്, ചില നമസ്കാരങ്ങൾ, ഞാൻ അന്ധനാണ്, എനിക്ക് കാഴ്ച ഇല്ല, പ്രത്യേകിച്ച് സുബഹി ഇശാ പോലുള്ള നമസ്കാരം എനിക്ക് പ്രയാസമുണ്ടെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ അന്ധനായ മനുഷ്യന് അനുമതി കൊടുത്തിട്ടില്ല. നമ്മൾ അറിയേണ്ടതുണ്ട്. നിങ്ങൾ ബാങ്ക് കേൾക്കാറുണ്ടോ? ബാങ്ക് കേൾക്കാറുണ്ട്. അന്നത്തെ സംവിധാനം വെച്ച് ഉച്ചത്തില് ബാങ്ക് കേൾക്കുന്ന സംവിധാനം അന്നുണ്ട്. ആ സംവിധാനം വെച്ച് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് കേൾക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ താങ്കൾ വരണം. അപ്പൊ റസൂലിനോട് പറയുന്നുണ്ട്, ദുർഘടം പിടിച്ച വഴിയാണ് റസൂലെ എന്നും പറയുന്നുണ്ട്. ഞാൻ അന്ധനാണ് മാത്രമല്ല ദുർഘടം പിടിച്ച വഴിയാണ് എന്നും പറയുന്നു. അപ്പോഴും പറഞ്ഞു, നിങ്ങൾ ബാങ്ക് കേൾക്കാറുണ്ടോ? എങ്കിൽ പള്ളിയിലേക്ക് വരണം. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം എന്ന് പറയുന്ന അബസവത്വല്ല എന്നുള്ള ആയത്തിറങ്ങാൻ കാരണക്കാരനായ ആ സഹാബി എങ്ങനെയാണ് പള്ളിയിലേക്ക് വന്നത് നമ്മൾ അറിയേണ്ടതുണ്ട്. വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് ഒരു കയറ് കെട്ടി അദ്ദേഹം. ആ കയറ് കെട്ടിയിട്ട് ആ കയറ് പിടിച്ചുകൊണ്ടാണ് അതിലൂടെ ഇങ്ങനെ പിടിച്ച് നടന്നാണ് അദ്ദേഹം. അങ്ങനെ അന്തൻ നടക്കുന്ന രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഇഷാക്കും സുബഹിക്കും ഒക്കെ അദ്ദേഹം പകരം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ ആളുണ്ടാവും. അതേപോലെ ആളില്ലെങ്കിലും അദ്ദേഹം വരാൻ വേണ്ടി സംവിധാനം ചെയ്ത് നമസ്കാരത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എങ്കിൽ ഈ സുന്നത്ത് എവിടെ? പ്രവാചകൻ ഏറ്റവും പ്രധാനപ്പെട്ട ചര്യ എവിടെ എത്തി നിൽക്കുന്നു? അന്തിമ വസിയത്ത് പോലും എവിടെ എത്തി നിൽക്കുന്നു എന്ന് പരിശോധിക്കുവാൻ ഈ മാസത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തീർത്തും എല്ലാ അർത്ഥത്തിലും ഈ റബീഉൽ അവ്വലിനെ, ഈ വലിയ സംഭവങ്ങളെ ഉദ്ധരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാവുന്ന പ്രവാചക ചര്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, റസൂൽ എന്താണോ നിങ്ങൾക്ക് നൽകിയത് അതിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കണം. അള്ളാന്റെ കൽപ്പനയാ.
അള്ളാഹുവിന്റെ റസൂൽ എന്താണോ നൽകിയത് സ്വീകരിക്കണം. സ്വീകരിക്കാത്തൊരു സ്നേഹമല്ല. അങ്ങോട്ട് നൽകിയാൽ അത് ഏറ്റെടുക്കാനും നിങ്ങൾക്ക് കഴിയാത്ത ഒന്നും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന് പറഞ്ഞാല് ഓരോ മടി ചെയ്തിട്ട് കഴിയാത്ത പണിയൊന്നും അല്ലാഹ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നത് കള്ളത്തരത്തിന് ഉപയോഗിക്കുന്നുണ്ട് ഈ വാക്കുകളൊക്കെ. നിസ്കരിക്കാതെ നടന്നിട്ട് എനിക്ക് എന്തായാലും കഴിയണില്ല, എന്റെ ജോലി അങ്ങനെ ആയിപ്പോയി, കഴിയാത്ത പണിയൊന്നും അല്ലാഹ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അതിനാ ഉപയോഗിക്കുന്നത്. നിസ്കാരം ആ ജോലി പോലും മാറ്റി വെച്ചിട്ട് ആ ജോലി ഒഴിവാക്കേണ്ടി വന്നാൽ ഒഴിവാക്കിയിട്ട് അവൻ നമസ്കാരത്തിന് പറ്റുന്ന രീതിയിലേക്ക് വരണം. അതാണ് ചെയ്യേണ്ടത്. കാരണം നിനക്ക് നമസ്കാരം എന്ന് പറഞ്ഞാൽ നിനക്ക് ആർക്കും ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന പണിയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതിന് എന്ത് ചെയ്യുന്നു? നമുക്ക് ജോലി അങ്ങനെയാണ്, സാഹചര്യം അങ്ങനെയാണ്, ഞാൻ വന്നപ്പോ അങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് മാറിയ ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് നമസ്കാരത്തിൽ മാറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കി എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് എന്താണോ പ്രവാചകൻ നിങ്ങൾക്ക് നൽകിയത് അതിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കണം. അദ്ദേഹം എന്താണോ നിങ്ങൾക്ക് വിലക്കിയത് അതിൽ നിന്ന് നിങ്ങൾ വിട്ടകലുകയും ചെയ്യുക, അതായത് ഉപേക്ഷിക്കുകയും മാറി നിൽക്കുകയും ചെയ്യുക. വത്തഖുല്ലാഹ്, നിങ്ങൾ ഈ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഹലാൽ ഹറാമുകളെ ഇവിടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹു ശദീദുൽ ഇഖാബ്, അള്ളാഹു പറയുന്നത് അപൂർവ സ്ഥലങ്ങളാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അള്ളാഹ് നൽകിയത്, അള്ളാഹിന്റെ റസൂല് നൽകിയത് ഏറ്റെടുക്കാതെ ഒരു സ്നേഹത്തിലേക്ക് എങ്ങാനും നിങ്ങൾ ഇറങ്ങിയാൽ, അള്ളാഹുവിന്റെ റസൂല് നിരോധിച്ചത് ആ നിരോധത്തിൽ നിന്ന് മാറി നിൽക്കാതെ എങ്ങാനും ഒരു സ്നേഹത്തിലേക്കോ സ്നേഹപ്രകടനത്തിലേക്കോ നിങ്ങൾ ഇറങ്ങിയാൽ ഓർത്തോ, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അത്തരം പരിഹസിക്കുന്ന ആളുകളെ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അള്ളാഹു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു ആയത്താണ്, നമുക്കൊക്കെ സുപരിചിതമായ ഒരായത്താണ് ഈ ഖുതുബയുടെ മുഖദ്ദിമയിൽ ഞാൻ ഓതി കേൾപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ, അല്ലയോ വിശ്വാസികളെ നിങ്ങൾ എന്ത് ചെയ്യണം? സദീദായത്, ഏറ്റവും ശരിയായത്, ചൊവ്വായത് നിങ്ങൾ സംസാരിച്ചിരിക്കണം. അല്ലെങ്കിൽ പറയണം, നിങ്ങൾ പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അത് നിങ്ങളുടെ ബാധ്യതയാണ്. കാരണം എന്താണ്? സംസാരിക്കുന്ന ഏക ജീവിയുള്ളൂ എന്ന് പറഞ്ഞത്. ഭാഷ പഠിപ്പിച്ച് ഭാഷയ്ക്കുള്ള ഇറക്കിയ ഭാഷയാണ് ഇതൊക്കെ. ആ ഭാഷ സംസാരിപ്പിച്ച് മാതൃഭാഷ ഇട്ടുകൊടുത്ത് സംസാരിപ്പിച്ച ഏക ജീവിയാണ്. അതേപോലെ എഴുന്നേറ്റ് നിൽപ്പിക്കുകയും ചെയ്ത ഏക ജീവിയാണ് മനുഷ്യൻ. എഴുന്നേറ്റ് നിർത്തപ്പെട്ട ഒരൊറ്റ ജീവിയുള്ള അല്ലാഹു, അതാണ് രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഏക ജീവി, അതാണ് മനുഷ്യൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കൗതുകമുള്ള ഒരു യാഥാർത്ഥ്യമാണ്. വേറെ ഒരു ജീവിക്ക് അങ്ങനെ നിൽക്കാൻ കഴിയില്ല. ആനങ്ങനെ നിന്നാൽ കുറച്ചേരം നിന്നിട്ട് എന്ത് ചെയ്യും? ഉടനെ തന്നെ താവേണ്ടി വരും. എന്നാൽ മനുഷ്യന് എത്ര നേരം വേണമെങ്കിലും അങ്ങനെ നിൽക്കാൻ സാധിക്കും, നടക്കാനും സാധിക്കും ആ എഴുന്നേറ്റിട്ട് തന്നെ. കങ്കാരു നിന്നാലൊക്കെ അതിനൊരു കണക്കുണ്ട്. പക്ഷികളൊക്കെ എങ്ങനെയാ അള്ളാഹ് സൃഷ്ടിച്ചത്? ഇങ്ങനെയാ പക്ഷികൾ. മീനൊക്കെ എങ്ങനെയാ, മത്സ്യങ്ങളൊക്കെ എങ്ങനെയാ, എല്ലാം അള്ളാഹു ഇങ്ങനെ കിടത്തിരിക്കും. പശുവും അതേപോലെ മൃഗങ്ങൾ, എന്ത് ജീവികളെ കുറിച്ച് ആലോചിച്ചു അതൊക്കെ എങ്ങനെയാ, ചേരാട്ടിയും പിന്നെ കൊതുകും ഒക്കെ ഇങ്ങനെ കിടക്കുന്നത്. എഴുന്നേറ്റ് ഇങ്ങനെ തല ഉയർത്തി തല മുകളിൽ കിടക്കുന്ന ഏക ജീവി മനുഷ്യനാണ്. ആ മനുഷ്യനോട് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു തആല, എന്റെ മുമ്പിലല്ലാതെ ഈ തല കുനിച്ചു പോകരുത്. എന്റെ മുമ്പിൽ ഇതൊരു അമാനത്താണ്. എന്റെ മുമ്പിലല്ലാതെ ഈ തല കുനിച്ചു പോകരുത്. കുനിച്ചാൽ നിന്റെ കഥ കഴിഞ്ഞത് തന്നെ. അതാണ് സുജൂദ് എന്ന് പറയുന്നത്. എന്റെ മുമ്പിൽ കുനിച്ചിരിക്കണം, 5 നേരം കുനിച്ചിരിക്കണം. കാരണം എന്താണ്? ഈ കണ്ണവന്റേതാണ്, കാലവന്റേതാണ്, മക്കളവന്റേതാണ്, ശ്വാസകോശം അവന്റേതാണ്, ആ ശ്വാസം വയ്ക്കാനുള്ള കഴിവ് അവന്റേതാണ്. ഇതാണ് നമസ്കാരം. ഇത് സത്യപ്പെടുത്തിയിരിക്കണം. ഈ സത്യത്തെ ഇതിന്റെ മുമ്പ് ഇതിൽ നിന്നെങ്ങാനും വീഴ്ച വന്നാൽ മറ്റ് പലതിന്റെയും മുമ്പിൽ നീ കുനിയേണ്ടി വരും. നിന്റെ സമ്പത്തിന്റെ മുമ്പിൽ, അതേപോലെ തറവാണിത്തത്തിന്റെ മുമ്പിൽ, അതേപോലെ പലതിന്റെയും മുമ്പിൽ നിന്നെ തല കുനിക്കേണ്ടി വരും. അതൊന്നും നിനക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ശദീദായത് സംസാരിക്കണം. ഈ സത്യം വിളിച്ചു പറയണം. പ്രവാചകൻ നൽകിയ ഏറ്റവും വലിയ സത്യം ഇതാണ്. ഈ സത്യം പറയാനുള്ളതാണ് സംസാരശേഷി. ഇസ്ലാമിക പ്രബോധനത്തിലേക്കും ദഅവത്തിലേക്കും കടന്നു വന്ന് പ്രവാചക മാതൃകയാവണം. അതുകൊണ്ടാണ് സഹാബികള് അന്തിമ വസിയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് റബീഉൽ അവ്വൽ പ്രവാചകന്റെ ഹജ്ജ് വേളയിലാണ് നടത്തുന്നത്. ആ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ ഈ മഹാസത്യം, ഈ ശദീദായ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സത്യം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ എന്ന് ചോദിച്ചു. അതേ, നഅം ബല്ലഅ്തു യാ റസൂലല്ലാഹ്, റസൂലേ താങ്കൾ എത്തിച്ചു തന്നിട്ട്. എന്നിട്ട് അല്ലാഹു ആകാശത്തേക്ക് ആ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു 3 തവണ സാക്ഷ്യം പറഞ്ഞു. കാരണം ഇതൊരു വലിയ വിഷയമാണ്. നാളെ മഹ്ശറയിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ വിഷയമാണ്. നിങ്ങൾക്ക് എത്തിയ സത്യം മറ്റുള്ളവർക്ക് എത്തിച്ചോ, അതിന് സംസാരിച്ചോ. അതുകൊണ്ട് ശദീദായത് സംസാരിച്ചോ.
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശദീദിലേക്ക് ആ സംസാരശേഷിയെ നീ ഉപയോഗപ്പെടുത്തിയോ എന്ന് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ആ അർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോ ഞാനത് എത്തിച്ചിട്ടുണ്ട്, ഞാനത് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയണം. അതാണ് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം. 3 തവണ ആകാശത്തേക്ക് കൈകൾ ഉയർത്തുകയും എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ആരാണോ ഈ സത്യം കിട്ടിയത് അവരത് എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഇതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഈ ഡ്യൂട്ടിക്ക് വേണ്ടി എല്ലാം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഭാര്യനെ അഡ്ജസ്റ്റ് ചെയ്യണം, കുട്ടി അഡ്ജസ്റ്റ് ചെയ്യണം, അതിനനുസരിച്ച് പാകപ്പെടുത്തി കൊണ്ടുവരണം. അതിന് ആ അർത്ഥത്തിൽ അല്ലാതെ ഭാര്യക്കനുസരിച്ച്, സമ്പത്തിനനുസരിച്ച്, ജോലിക്കനുസരിച്ച്, ഏതോ കമ്പനിയുടെ ഓണർമാർക്കനുസരിച്ച് പാകപ്പെടാനല്ല നമുക്ക് ഈ ജീവിതം നൽകിയിരിക്കുന്നത്. ഇതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ പാകപ്പെട്ടിട്ട് ശദീദായത് സംസാരിക്കണം. വിശുദ്ധ ഖുർആനിൽ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ എന്ന് എത്ര തവണ പ്രഖ്യാപിക്കുക എന്ന് പ്രഖ്യാപിക്കുക 332 തവണയുണ്ട് ഖുർആനിൽ. ഖുൽ, നീ പ്രഖ്യാപിക്കുക. ഇതാരാ പ്രഖ്യാപിക്കുക? റസൂലിനി പ്രഖ്യാപിക്കുക. ഞാനും നിങ്ങളുമാണ്. 332 തവണ പറഞ്ഞ ഒരു കാര്യത്തിന് അള്ളാഹു പറഞ്ഞ ബാക്കി കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട്, പ്രവാചകന്റെ ഒരുപാട് ഹദീസുകളുണ്ട്. ഇത് ഖുൽ, നീ പ്രഖ്യാപിക്ക്, പറഞ്ഞു കൊടുക്ക്. ഇതിനെവിടെ സമയമില്ലാതെ വരല്ലേ? പിന്നെ എന്തിനാ നിന്റെ സമയം എന്ന് നമ്മളോട് ചോദിക്കാൻ, കുടുംബത്തോട് ചോദിക്കാൻ, മക്കളോട് ചോദിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടത്. അതാണ് 332 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കാൻ ആഹ്വാനം ചെയ്തത് എന്നോടും നിങ്ങളോടും. യസ്അലൂനക എന്ന് 20ഓളം തവണ, 15ലേറെ തവണ ഉണ്ട് യസ്അലൂനക. അവർ ചോദിക്കുന്നു, ഉത്തരം എവിടെ? ഈ ജനം ചോദിക്കുന്നുണ്ട് പലതും, അല്ലാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും ഒക്കെ. ഉത്തരം ആരാ പറഞ്ഞു കൊടുക്കേണ്ടത്? യസ്അലൂനക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം പറയൽ നിങ്ങളുടെ ബാധ്യസ്ഥരാണ്. ആരാണ് ഇതിന് ഉത്തരം പറയാത്തത്? അതിന്റെ മറുപടി അള്ളാഹുവിന് മുമ്പിൽ പറഞ്ഞു കൊടുക്കണം. അവർ ജീവിതത്തെ കുറിച്ച് ചോദിക്കുന്നു, എവിടുന്ന് വന്നതാണെന്ന് ചോദിക്കുന്നു, എന്തിനാ വന്നതെന്ന് ചോദിക്കുന്നു, എവിടേക്കാണെന്ന് ചോദിക്കുന്നു. അവർ എന്താണ് മരണമെന്ന് അവർ ചോദിക്കുന്നു. അവർക്ക് അറിഞ്ഞുകൂടെ, തപ്പിത്തടയാണ് ജനത. എന്താണ് മരണത്തിന് ശേഷം? എനിക്ക് സമയമല്ല, ഞാൻ ഇത്ര പണിയിലോ, ഞാൻ ഇത്ര സംഗതിയിലോ, എന്നിട്ട് ഒരു മടിയില്ലാതെ, ഇസ്ലാമിക പ്രവർത്തനത്തിന് ഒരു മടിയില്ലാതെ അങ്ങോട്ട് പറയാം. നമ്മളിപ്പോ അതിനൊന്നും പറ്റില്ല, ഞാൻ അങ്ങനെയല്ല സാഹിബേ, ഇങ്ങനെയല്ല സാഹിബേ. ഇത് ഖബറിൽ വെച്ച് ചോദിക്കുമ്പോ മൻ റബ്ബുക, നിന്റെ റബ്ബാരാണോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇത് പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാതൊരു രക്ഷയില്ല. പിന്നെ അടുത്ത ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. അതുകൊണ്ട് ഇന്ന് മരിച്ചാൽ ഇന്ന് വരുന്ന ആ ചോദ്യത്തിന്റെ അലസ്തു ബി റബ്ബിക്കും, ഞാൻ തന്നെ അല്ലടോ നിങ്ങളുടെ റബ്ബ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ നമുക്ക് സാധിച്ചാൽ അവരാണ് പ്രവാചക സ്നേഹികൾ. അതിന് മറുപടി പറയാൻ സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സഹോദരികളെ, ഗൗരവത്തോടു കൂടി ഇത്തരം കാര്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അതോ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, ഈ ശദീദായതിനു വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മുഴുവൻ കർമ്മങ്ങളും ഞാൻ ഇസ്ലാഹ് ചെയ്തു തരും, നന്നാക്കി തരും. നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ മായ്ക്കപ്പെടുകയും പിന്നീട് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ വഴി അതൊക്കെ നന്മകളാക്കി പരിവർത്തിപ്പിക്കുകയും ചെയ്തു തരും. ഇത് ചെയ്തില്ല എന്ന് ഇപ്പൊ നമുക്കൊരു പ്രശ്നമില്ല. ഇപ്പൊ നമ്മളെടുത്ത് അങ്ങോട്ട് പോകാൻ കാശുണ്ട്, ഇങ്ങോട്ട് പോകാൻ കാശുണ്ട്, ട്രീറ്റ്മെന്റിനാണെങ്കിൽ കാശുണ്ട്, എളാപ്പുണ്ട്, മൂത്താപ്പുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, സന്താനങ്ങളൊക്കെ ഇങ്ങനെ അഭിമാനം കൊള്ളാവുന്ന രീതിയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത, ഇനി ഇതുകൊണ്ടൊന്നും ഒരു ഫലമില്ലാന്ന് മനസ്സിലാവണ ഒരു സന്ദർഭം സക്കറാത്തുൽ മൗത്ത് ബിൽ ഹഖ്, അതൊരു സത്യമായിട്ട് അങ്ങോട്ട് വന്നു വധിക്കുമ്പോ അന്ന് ആലോചിച്ചുകൊണ്ട് കാര്യമില്ല, ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിച്ചത്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിച്ചത്, അതുകൊണ്ട് ജീവിച്ചത് മുഴുവനും എന്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്. അതാണ് മൻ റബ്ബുക എന്ന ചോദ്യത്തിന്റെ ഉത്തരം. അതിനുവേണ്ടി അതിന് ഉത്തരം പറയാതെ ഒരു അടി അങ്ങോട്ട് മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല എങ്കിൽ ഇത് എപ്പോഴും ലൈവായിട്ട് ഓർക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത് ഏത് സമയത്തും ഈ ബോധമുണ്ടാവാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? അതാണ് പിന്നീടുള്ള പ്രവർത്തനം. അപ്പോഴാ ഖുതുബ ഉപകാരപ്പെടുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ നമ്മൾ കുറെ ഖുതുബ ശരിയിട്ട് കാണാണ്ട് തള്ളും, അല്ലെങ്കിൽ അത്ര പറയേണ്ടതില്ല എന്നൊന്ന് പറഞ്ഞ് തള്ളും. അങ്ങനെ തള്ളിയ ഖുതുബകളൊക്കെ അല്ലെങ്കിൽ ഖുർആൻ ആയത്തുകളൊക്കെ നമുക്കെതിരെ വരുന്ന ഒരവസ്ഥയെ ഭയപ്പെടേണ്ടതുണ്ട്. ആ ഭയപ്പാടാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ അടുത്ത് എത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കുക മാത്രമല്ല നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഇത്തിബായിലേക്ക് നിങ്ങൾ വരൂ. പറഞ്ഞ് നടക്കുന്നത് അത് അവസാനിപ്പിച്ചിട്ട് ഇത്തിബാ റസൂൽ പറഞ്ഞ ഹുബ്ബ് റസൂലിലേക്ക് വരൂ. അതാണ് ആദ്യം വരേണ്ടത്, ഇത്തിബാ റസൂലിലേക്ക്. നിങ്ങൾ നിങ്ങളുടെ സംസാരവും കേൾവിയും സന്ദർഭങ്ങളും ഒക്കെ ഇത്തിബാ റസൂലിലേക്ക് വരൂ. ഫഖദ് ഫാസ ഫൗസൻ അലീമ, അതെത്രേ യതിമഹത്തായ വിജയം, അവരാണ് വിജയം ഭരിച്ചത്. അതുകൊണ്ട് റസൂലിന് ഈ അർത്ഥത്തിൽ ഈ റബീഉൽ മാസം ഉൾപ്പെടെ എല്ലാ മാസങ്ങളിലും ഇത്തരം ചരിത്രങ്ങൾ പറഞ്ഞ് ജനത്തെ ബോധവൽക്കരിക്കുകയും അവർക്ക് കൂടി സന്ദേശം നൽകുകയും ചെയ്യുന്ന മഹാസൗഭാഗ്യവാന്മാരുടെയും സൗഭാഗ്യവതികളുടെയും കൂട്ടത്തിലൊക്കെ അള്ളാഹു നമ്മളെയും കൂടി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.
അൽഹംദുലില്ലാഹ്